ഇമാം മഹദിയും അനുയായികളും വന്ന് ആദ്യം യുദ്ധം ചെയ്യുന്നത് ബൈഡനോടല്ല, പിന്നെ ആരോടാ? അറേബ്യൻ ഗൾഫിനോടാ. കണ്ടോ? ജസീറത്തുൽ അറബിനോട് നിമിഷ നേരം കൊണ്ട് ഫതഹാകും. കണ്ടോ? ഇമാം മഹദി മിഡിൽ ഈസ്റ്റ് ഗൾഫ് ഫതഹാക്കിയെടുക്കും. സുമ്മ തഗ്സൂന ഫാരിസ, പിന്നീട് നിങ്ങൾ ഇറാനോട്, പേർഷ്യയോട് യുദ്ധം ചെയ്യും. അല്ലാഹു ഇറാനിനെ ഫതഹാക്കി കൊടുക്കും. കണ്ടോ? മൂന്നാമത്തത് സുമ്മ തഗ്സൂന റൂം, റോം എന്ന് പറയുന്ന രാജ്യത്തോട് യുദ്ധം ചെയ്യും. ഫയഫ്തഹു അല്ലാഹു ഫതഹ് നൽകും. റോമ ഇസ്ലാമിന്റെ കീഴിൽ വരും. കണ്ടോ? സുമ്മ തഗ്സൂന ദജ്ജാൽ, പിന്നീട് നിങ്ങൾ യുദ്ധം ചെയ്യുന്നത് ദജ്ജാലിനോടാണ്, അവന്റെ അനുയായികളോടാണ്, ഇസ്രായേലിനോടാണ്. കണ്ടോ? ഇൻഷാ അല്ലാഹ് പലസ്തീൻ മക്കൾ ചിരിക്കട്ടെ. ബഹുമാനപ്പെട്ട സഹോദരങ്ങളെ, ഇമാം മുസ്ലിം ഉദ്ധരിക്കുന്ന ഹദീസിൽ വരുന്നുണ്ട്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്, ലാ തഖൂമു സ്സാഅതു ഹത്താ യുഖാതിലൽ മുസ്ലിമൂനൽ യഹൂദ് ഫയഖ്തുലുഹുമുൽ മുസ്ലിമൂൻ ഹത്താ യഖ്തബിഉൽ യഹൂദി വറാഅ അശ്ശജരി വൽ ഹജർ ഫയഖൂലുൽ ഹജറു വശ്ശജറു യാ മുസ്ലിമു യാ അബ്ദല്ലാഹ് വറാഇ യഹൂദിയുൻ ഫഖ്തുൽഹു. മുത്തു നബി പറയുകയാണ്, ഖിയാമത്ത് നടക്കുകയില്ല, ലോകം അവസാനിക്കുകയില്ല, ഹത്താ യുഖാതിലൽ മുസ്ലിമൂനൽ യഹൂദ്, മുസ്ലിമീങ്ങൾ ജൂതന്മാരോട് ഏറ്റുമുട്ടാതെ. മുസ്ലിങ്ങളും ജൂതന്മാരും തമ്മിൽ ശക്തമായ യുദ്ധം വരും. ഫയഖ്തുലുഹുമുൽ മുസ്ലിമൂൻ, മുസ്ലിമീങ്ങൾ അവരെ കൊന്നുകൊണ്ടിരിക്കും. അങ്ങനെ ജൂതൻ ഹത്താ യഖ്തബിഉൽ യഹൂദി, ജൂതൻ ചെന്നൊളിക്കും. വറാ അശ്ശജരി വൽ ഹജർ, മരത്തിന്റെയും കല്ലിന്റെയും പാറയുടെയും പിന്നിൽ. ജീവനം കൊണ്ട് ജൂതൻ യഹൂദി ഓടും. കണ്ടോ? അപ്പോൾ കല്ല് സംസാരിക്കും, മരവും വിളിച്ചു പറയും, യാ മുസ്ലിം യാ അബ്ദല്ലാഹ്, ഏ മുസ്ലിമേ അല്ലാഹുവിന്റെ ദാസാ, വറാഇ യഹൂദിയുൻ, എന്റെ പിന്നിൽ ഒരു ജൂതൻ ഒളിച്ചിരിക്കുന്നു, ഫഖ്തുൽഹു, അവനെ പിടിച്ചു നീ വധിക്കണം. സുഹൃത്തുക്കളെ, യഹൂദിക്കെന്ന് അഭയം കൊടുക്കുന്ന ഒരു മരമുണ്ട്, ഇല്ലൽ ഗർഖദ ഫഇന്നഹു മിൻ ഷജരിൽ യഹൂദ്. അല്ലാഹുവിന്റെ ഹബീബായ പ്രവാചകൻ പറഞ്ഞു, ഗർഖദ് എന്ന മരം ഒഴിച്ച് അത് ജൂതന്റെ മരമാണ്. ഗർഖദ് അത് ഓർക്കിഡാണെന്ന് പണ്ഡിതന്മാർ വ്യാഖ്യാനം ചെയ്യുന്നുണ്ട്. അത് ഞാൻ കുറച്ചും കൂടി റിസർച്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഒരുപാട് സബ്ജക്റ്റ് പഠിക്കണ്ടേ. ഇൻഷാ അല്ലാഹ് അതിനെപ്പറ്റിയും നമ്മുടെ റഹ്മത്തുള്ളാഹി കാസിമി ഉസ്താദിന്റെ കിതാബിൽ, മലയാളത്തിൽ ഇറങ്ങുന്ന പുസ്തകത്തിൽ ഉണ്ടാകുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുകയാണ്. കാരണം അദ്ദേഹം നിരന്തരം റിസർച്ച് ചെയ്യുന്ന ആളാണ്. സുഹൃത്തുക്കളെ, ജൂതന്മാരോട്, അതായത് ദജ്ജാൽ, അവന്റെ പിന്നിൽ അണിനിരക്കുന്ന പട്ടാളം യഹൂദികളാണെന്ന് മുഹമ്മദ് മുസ്തഫ. യത്ബഉ ദജ്ജാൽ, ദജ്ജാലിനെ ഫോളോ ചെയ്യും, പിൻപറ്റും. ആരാ പിൻപറ്റുന്നത്? മി യഹൂദി ഇസ്ഫഹാൻ, ഇറാനിലെ ഇസ്ഫഹാൻ എന്ന പട്ടണത്തിലെ ജൂതന്മാർ ദജ്ജാലിന്റെ പ്രധാനപ്പെട്ട പട്ടാളമാണ്. അലൈഹിമുത്വയാലിസ, അവരുടെ ദേഹത്ത് ഒരുതരം പുതച്ചിട്ടുണ്ട്. ജൂതന്മാർ ധരിക്കുന്ന പുതപ്പാണ് നമ്മുടെ ലുങ്കിമുണ്ട് പോലെ വരയായിട്ടുള്ള ഒരു പുതപ്പുണ്ട്. തയാലിസ എന്ന് പറയും. ഞങ്ങൾ ഫലസ്തീനിൽ ചെന്നു. ഞാൻ ഒരു പ്രാവശ്യം ഫലസ്തീനിൽ പോയിട്ടുണ്ട്. ബൈത്തുൽ മുഖദ്ദസിന്റെ അപ്പുറത്ത് സഹ്യൂൻ മലയുണ്ട്. അവിടെ നിന്നാണ് സിയോണിസം രൂപപ്പെട്ടത്. സുഹൃത്തുക്കളെ, അങ്ങനെയാണ് സിയോണിസ്റ്റുകൾ. എല്ലാ ജൂതന്മാരും വർഗീയവാദികളല്ല, സിയോണിസ്റ്റുകളാണ് കടുത്ത വർഗീയവാദികൾ. സിയോണിസം സ്ഥാപിച്ചത് ആരാണ്? തിയോഡർ ഹെർസൽ എന്ന് പറയുന്ന മനുഷ്യനാണ്. അയാളാണ് പ്രോമിസ്ഡ് ലാൻഡ്, ദൈവത്തിന്റെ വാഗ്ദത്ത ഭൂമി എന്നൊരു ചരിത്രം, ഒരു പുസ്തകം എഴുതിയത്. അത് 1896 ആ ചിന്ത ജൂതന്മാർക്ക് കൊടുത്തു. സുഹൃത്തുക്കളെ, അതിനുശേഷമാണ് 1948 മെയ് 14 UN, യുണൈറ്റഡ് നേഷൻസ്, ഐക്യരാഷ്ട്രസഭ, അമേരിക്കയും ബ്രിട്ടനും ഫ്രാൻസും എല്ലാം കൂടി മുസ്ലിമീങ്ങളുടെ നെഞ്ചത്ത് കൊണ്ടുവന്ന് ഇസ്രായേലിനെ സ്ഥാപിച്ചത്. ഫലസ്തീൻ എന്ന് പറയുന്ന ഒരു പുസ്തകമുണ്ട്, വായിക്കണം നിങ്ങൾ. ഒരുപാട് പുസ്തകങ്ങളുണ്ട്. ഫലസ്തീനെ പറ്റി ഒരുപാട് മനസ്സിലാക്കാനുണ്ട്. ബഹുമാനപ്പെട്ട സഹോദരങ്ങളെ, ഈ മനുഷ്യൻ, നീണ്ട താടിക്കാരൻ, ആര്?
തിയോഡർ ഹെർസൽ എന്ന് പറയുന്ന മനുഷ്യന് ഇസ്രായേൽ കാണാനുള്ള ഭാഗ്യം അള്ളാഹു കൊടുത്തില്ല. അത് ദൗർഭാഗ്യമല്ലേ? ഇസ്രായേല് 48 വരെ ലോകത്താരും ഇസ്രായേൽ എന്ന് പറഞ്ഞിട്ടില്ല. ഫലസ്തീനേ ഉള്ളൂ. അവിടെ മുസ്ലിങ്ങളായ ഫലസ്തീൻകാരാണ് താമസിച്ചിരുന്നത്. അന്ന് ലോകത്ത് ജൂതന്മാർ പല ഭാഗത്തുമുണ്ട്. നിങ്ങൾക്കറിയില്ലേ, 60 ലക്ഷം ജൂതന്മാരെ അഡോൾഫ് ഹിറ്റ്ലർ ഗ്യാസ് ചേംബറിൽ കൊന്ന ചരിത്രമൊക്കെ നിങ്ങൾ വായിച്ചിട്ടില്ലേ? അല്ലേ? കുറച്ചുപേരെ കൊല്ലാതെ വിടുന്നു. എന്തിനാ നിങ്ങൾക്ക് മനസ്സിലാകുമെന്ന് ഹിറ്റ്ലർ എന്ന് പറയുകയുണ്ടായി. ഇപ്പൊ മനസ്സിലായില്ല എന്തിനാന്ന്? മനസ്സിലായില്ലേ? അറബികൾ പാവങ്ങളാ. പണ്ട് ഒട്ടകം വന്നിട്ട് അറബിയുടെ ചോദിച്ചു, ഞാൻ എൻ്റെ വലതുകാലം നകത്ത് വെച്ചോട്ടെ. വലതുകാലല്ലേ ഉള്ളൂ, വെച്ചോളാൻ പറഞ്ഞു. ആ കെയർ ഒട്ടകം ഇടതുകാലെടുത്ത് വെച്ചു. പിന്നെ മുമ്പിലത്തെ കാലെന്ന് പറയൂല, കൈയെന്ന് പറയും അല്ലേ? പിന്നെ പുറകിലുള്ള രണ്ടും കൂടെ വെച്ച് അവസാനം തലയും കഴുത്തോടെ അകത്തോട്ട് കയറ്റി. ഈ അവസ്ഥ ആ പാവപ്പെട്ട അറബികൾക്ക് എവിടെ ഉണ്ടായത്? ഫലസ്തീനിൽ. ഇസ്രായേലിനെ സംരക്ഷിച്ച് അഭയം കൊടുത്തു. അവസാനം സുഹൃത്തുക്കളെ, റജബ് തൊയ്യബ് ഉർദു ഖാൻ ഐക്യരാഷ്ട്രസഭയിൽ ഒരു മാപ്പ് അവതരിപ്പിച്ചു. ഇത്രയും നീളമുള്ള ഒരു മാപ്പ്. അത് മുഴുവനും പച്ച കളറാണ് ഫലസ്തീന്. വേറൊരു മാപ്പ് എടുത്തു. അതിനകത്ത് ഇസ്രായേൽ വന്ന് കയറി ലോകത്തിന്റെ നാനാഭാഗത്തുള്ള ജൂതന്മാർ വന്നു അങ്ങോട്ട്. നമ്മുടെ മട്ടാഞ്ചേരി കൊച്ചിയിൽ നിന്നും ജൂതന്മാർ പോയി. സുഹൃത്തുക്കളെ, ആ മാപ്പ് പകുതി പച്ച, പിന്നെ ചുവപ്പ്, പിന്നെ പച്ച, അങ്ങനെയായി. ലാസ്റ്റ് ഉറുദുഖാൻ ഒരു മാപ്പ് എടുത്തു. ഫുൾ അതിനകത്ത് ഒരുതരം കാവി കളറാണ്. അത് മുഴുവനും ജൂതന്മാർ വന്ന് കൈയടക്കി മുസ്ലിമിന്റെ മണ്ണ്. അധിനിവേശം നടത്തിയിരിക്കുന്നു. അതിന്റെ അങ്ങിങ്ങായി വെസ്റ്റ് ബാങ്ക്, റാമല്ല, ഗസ, 2-3 സ്ഥലം, ചെറിയ പോയിന്റ്, ചെറിയ തുള്ളി പോലെ പാവപ്പെട്ട ഫലസ്തീനികൾ, ലക്ഷക്കണക്കിന് ഫലസ്തീനികൾ അത് ഇസ്ലാമിക രാജ്യങ്ങൾ ജോർദാനിലും ഇറാഖിലും നമ്മുടെ ഗൾഫിലും ഒക്കെ ആയി കഴിച്ചു കൂട്ടുന്നുണ്ട്. ബാക്കിയുള്ളവർ വെസ്റ്റ് ബാങ്കിലും റാമല്ലയിലും. ഇപ്പോൾ പ്രശ്നം നടക്കുന്ന ഇമാം ഷാഫിഈം ഇമാം ഇബ്നു ഹജറുൽ അസ്കലാനി, അസ്കലാനാണ് നമ്മുടെ ഈ ഗസയുടെ അകത്തുള്ള ഒരു പട്ടണമാണ് അസ്കലാൻ. മനസ്സിലായില്ലേ? ബഹുമാനപ്പെട്ട സഹോദരങ്ങളെ, എന്നോട് ജവാദ് പറഞ്ഞു, ആ ഭാഗം ഒന്ന് ഉസ്താദ് വിശദീകരിക്കണം. ഖുദ്സിന്റെ വിജയം അല്ലേ? അൽഹംദുലില്ലാ. നമ്മൾ ഓർക്കും, എന്തിനാണ് ഈ കടന്നൽക്കൂട്ടിൽ പോയി ഹമാസ് കല്ലെറിഞ്ഞത്? അല്ല സുഹൃത്തുക്കളെ, അല്ല. കടന്നൽക്കൂട് സംഗതി കടന്നൽക്കൂടാണ്, പക്ഷേ കല്ലെറിഞ്ഞതിൽ തെറ്റൊന്നുമില്ല. കാരണം നീണ്ട 17 വർഷമായി ഹമാസ് ഉപരോധത്തില. ഈ 23 ലക്ഷം ജനങ്ങൾ, 40 കിലോമീറ്റർ നീളം, 20 കിലോമീറ്റർ വീതിയുള്ള ഗാസ സ്ട്രിപ്പ്, മുനമ്പെന്നാ പറയുക. ഒരു ഭാഗത്ത് മെഡിറ്ററേനിയൻ കടൽ, അവരുടെ മുമ്പിൽ കടലാ. ഒരു ഭാഗത്ത് ഈജിപ്റ്റാ. പിന്നിൽ ഇങ്ങനെ ഇസ്രായേൽ കിടക്കുക. അവർക്ക് ഒരു സ്ഥലത്തേക്കും പോകാൻ നിവർത്തിയില്ല. നിങ്ങൾ മനസ്സിലാക്കണം, 23 ലക്ഷം ജനങ്ങൾ 40 കിലോമീറ്ററിനുള്ളിൽ തിങ്ങിക്കഴിയുകയാ. 87 തോന്നുന്നു ഹമാസ് ഉടലെടുത്തു. ആ ഹമാസ് 2006 തെരഞ്ഞെടുപ്പിലൂടെ അധികാരത്തിൽ വന്നു. അന്നു മുതൽ ഹമാസിനെ അമേരിക്കയും ബ്രിട്ടനും അംഗീകരിക്കാതെ വന്നു. ലോക രാജ്യങ്ങൾ, ശക്തികൾ അംഗീകരിക്കാതെ വന്നു. കണ്ടോ? അന്ന് മുതൽ ഈ ഗസ ഉപരോധത്തില. മരുന്നില്ല, ഭക്ഷണമില്ല. ഒന്ന് ചിന്തിച്ചു നോക്കൂ. ഇപ്പോഴത്തെ അവസ്ഥ എന്താണെന്നറിയുമോ? അവർക്ക് തിന്നാൻ ഡെയിലി ഒരു തക്കാളി, ഒരു സവാള. അതിനപ്പുറം ആ പാവങ്ങൾക്കില്ല കേട്ടോ. നമ്മളെന്തൊക്കെയാ രാവിലെ കഴിച്ചത്? എന്താ കഴിച്ചത്? രാവിലെ എൻ്റെ ഭാര്യ ഗോതമ്പ് കലക്കി ചുട്ട അപ്പം. പെട്ടെന്ന് പോകാൻ സമയത്ത് പുള്ളിക്കാരത്ത് പ്രയോഗിക്കുന്ന ഒരു പണിയാത്. ചില ഉസ്താന്മാർക്ക് അമേരിക്കൻ മാവ് കലക്കി തേങ്ങയൊക്കെ ചുരണ്ടി ഒരു മുട്ടയൊക്കെ ഉടച്ച് ഒഴിച്ച്, സംഗതി അമേരിക്കൻ മാവാ, പക്ഷെ ഒരു മൊഞ്ചാക്കി കൊടുക്കും അല്ലേ? നല്ല കടലക്കറിയും. കോട്ടയത്ത് വന്നപ്പോൾ ഞാൻ എന്ത് ചെയ്തു, അന്നപൂർണ ഹോട്ടലിൽ നിന്ന് ഒരു 3 പത്തിരി എല്ലാം നമ്മുടെ ആ ട്രെയിനിൽ കിട്ടുന്ന സാധനമല്ലോ ഉസ്താദ്, പൂരി, കിഴങ്ങിൻ്റെ കറിയും. കുറച്ച് കറി ബാക്കി വന്നു. എൻ്റെ ചങ്കിടിച്ചുകൊണ്ടാണ് ഞാനത് ബാക്കി വെച്ചത്. ഞാൻ അന്നേരം ഓർത്തത് ഗസയിലെ കുഞ്ഞുങ്ങളെയാണ്. ഗസയിലെ കുഞ്ഞുങ്ങൾക്ക് ഡെയിലി ഒരു തക്കാളിയെ തിന്നാൻ കിട്ടുന്നുള്ളൂ, ഒരു സവോളയും. കടുത്ത പട്ടിണി. ഹദീസിൽ അവരുടെ പട്ടിണിയെ പറ്റിയൊക്കെ മുത്തുനബി പറയുന്നുണ്ട്. ഇമാം മുഹമ്മദ് ഉദ്ധരിച്ച ഹദീസിൽ വരുന്നുണ്ട്, അസ്കലാനിൽ നിന്നും 70,000 ശുഹദാക്കൾ ഉയർത്തെഴുന്നേൽക്കും. അവർ സ്വർഗത്തിലേക്ക് പോകും. ബിലാ ഹിസാബ്, ഹിസാബില്ലാതെ.
35,000 പേര് മരണപ്പെട്ടു, ഷഹീദായി. ഇതുവരെ 75,000 പേർക്ക് സുഹൃത്തുക്കളെ അംഗവിഹീനരായി പരിക്കുകൾ പറ്റി കഴിയുകയാണ്. നിങ്ങൾ ദുആ ചെയ്യണേ, നിങ്ങൾ ദുആ ചെയ്യണേ. ഇൻഷാ അല്ലാഹ് ലോകം വിസ്മരിച്ച ഇഷ്യൂ ഹമാസിലൂടെ ഇന്ന് ലോകത്തെ ഏറ്റവും വലിയ ഇഷ്യൂ ആയി മാറി. ഫലസ്തീന്റെ പതാകയാണ് ഏറ്റവും കൂടുതൽ അന്തരീക്ഷത്തിൽ പറക്കുന്നത്. അമേരിക്കൻ യൂണിവേഴ്സിറ്റികളിൽ മുഴുവനും അതാ സ്റ്റുഡൻസ് ഫലസ്തീനിനെ സ്വാതന്ത്ര്യം കൊടുക്കണമെന്ന് പറഞ്ഞ് സമരത്തിലാ, ലോകത്ത് മുഴുവനും. അതിനൊക്കെ പുറമെ നിങ്ങൾ അറിയാത്ത ഒരു രഹസ്യം ഇന്ന് എനിക്ക് കിട്ടി. യൂറോപ്പിൽ ഫലസ്തീനികളുടെ ഈ സങ്കടവും ഈ രക്തപ്പുഴയും കണ്ടിട്ട് കോളേജിൽ പഠിക്കുന്ന പെൺകുട്ടികൾ ധാരാളം ഇസ്ലാമിലേക്ക് വരുന്നു. ആണും പെണ്ണും ഇസ്ലാമിലേക്ക് വരികയാ. ഒരുപാട് സംഭവങ്ങൾ ഇതിന്റെ പിന്നിലുണ്ട്. ഇൻഷാ അല്ലാഹ് കഴിഞ്ഞ ചരിത്രത്തിൽ നമ്മുടെ ഒന്നാമത്തെ ഖിബലയാണ് ബൈത്തുൽ മുഖദ്ദസ്. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം 17 മാസമല്ലേ അങ്ങോട്ട് തിരിഞ്ഞ് നമസ്കരിച്ചത്. അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ അള്ളാഹു കൊണ്ടുപോയില്ലേ മസ്ജിദുൽ ഹറാമിൽ നിന്ന് മസ്ജിദുൽ അഖ്സ, അങ്ങേയറ്റത്തെ പള്ളി അല്ലേ. സുബ്ഹാനല്ലദീ അസ്റാ ബിഅബ്ദി, തന്റെ അടിമയെ, തന്റെ ദാസനെ നിശാപ്രയാണം ചെയ്യിച്ച അള്ളാഹു എത്രയോ പരിശുദ്ധനാണ്. മിനൽ മസ്ജിദിൽ ഹറാം ഇലൽ മസ്ജിദിൽ അഖ്സ, മക്കയിലെ മസ്ജിദുൽ ഹറാമിൽ നിന്നും ഫലസ്തീനിലെ ജെറൂസലമിലെ മസ്ജിദുൽ അഖ്സയിലേക്ക് ബാറക്നാ ഹൗല, അതിന്റെ ചുറ്റുഭാഗം നാം ബർക്കത്താക്കി വെച്ചിട്ടുണ്ട്, അനുഗ്രഹീതമാക്കി വെച്ചിട്ടുണ്ട്. ഖുർആനിൽ 5 സ്ഥലത്ത് അല്ലാഹു പറയുന്നുണ്ട് ബർക്കത്തുള്ള മണ്ണാണ് ഫലസ്തീനിന്റെ മണ്ണ്, ഖുദ്സിന്റെ മണ്ണ്. ഇബ്രാഹിം നബി ഹിജറ ചെയ്തു വന്ന മണ്ണ്, ഇസ്ഹാഖ് നബി ദഅവത്ത് ചെയ്ത മണ്ണ്, ദാവൂദും സുലൈമാനും മൂസാ നബിയും ദഅവത്ത് ചെയ്ത മണ്ണാണ്. അനേകം പ്രവാചകന്മാരുടെ പാദസ്പർശനമേറ്റ മണ്ണാണ്. അനേകം അമ്പിയാക്കൾ അന്ത്യവിശ്രമം കൊള്ളുന്ന മണ്ണാണ്. മസ്ജിദുൽ അഖ്സയുടെ തൊട്ടടുത്തൊരു ഖബർ കാണാം. ആരാണത്? മൗലാന മുഹമ്മദ് അലി ജൗഹറിന്റെ ഖബറാണത്. ഇൻഷാ അല്ലാഹ് അവിടെയൊക്കെ പോയി ഫാത്തിഹ ഓതണേ. അള്ളാഹു അനുഗ്രഹിക്കട്ടെ.